മണ്ണാർക്കാട് സബ് ട്രഷറിക്ക് വേണ്ടി നാലകത്തൻ കട്ടാറ്റ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. അപ്പോൾ മണ്ണാർക്കാട് ട്രഷറിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി അഡീഷണൽ ജില്ലാ ട്രഷറിയുടെ കീഴിലുള്ള ഏറ്റവും തിരക്കേറിയ ട്രഷറിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഏറെക്കുറെ 11 പഞ്ചായത്തുകൾ ഈ ട്രഷറിക്ക് കീഴിലുണ്ട്. അതുപോലെ 250 അടുത്ത് ഗവൺമെൻറ് ഓഫീസുകൾ, അതുപോലെ 3500-3500 പെൻഷൻകാർ, ഇങ്ങനെ സാമാന്യം തിരക്കേറിയ താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രഷറിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു പഴയൊരു കെട്ടിടം നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കെട്ടിടം ഒരു 50 വർഷത്തിലേറെ പഴക്കമുള്ളൊരു കെട്ടിടമായിരുന്നു. ഇപ്പോൾ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ മാറിയതിനനുസരിച്ച് നമുക്കത് ആ പഴയ കെട്ടിടം തീർത്തും അപര്യാപ്തമായി മാറിയൊരു സാഹചര്യത്തിൽ അത് നേരത്തെ തന്നെ സർക്കാരിലേക്ക് എഴുതിയിരുന്നു. പിന്നീട് 2018-19 കാലഘട്ടത്തിലാണ് നമുക്കതിൻ്റെ അംഗീകാരം കിട്ടിയത്. അതിനുശേഷം ഇൻഗലിനെയാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ഇൻഗൽ ടെൻഡർ വഴി തിരഞ്ഞെടുത്ത കമ്പനിയായിരുന്നു നാലകത്തൻ കട്ടാറ്റ്. അപ്പോൾ അവർ എനിക്ക് 2020 ശേഷം 2021 അടുത്താണ് ഈ ടെൻഡർ ഏറ്റെടുത്തത്. പിന്നെ 2021 മുതൽ 2023 വരെയുള്ള ഒരു 2 വർഷക്കാലം, ഈ 2 വർഷക്കാലം നിലവിലുള്ള കെട്ടിടം പൊളിച്ച് ഞങ്ങളൊരു താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറി. അങ്ങനെയാണ് ഇവിടെ അതേ സ്ഥാനത്ത് തന്നെ ഒരു പുതിയ കെട്ടിടം പണിതത്. അപ്പോൾ ഞങ്ങൾക്കും ഈ കെട്ടിടം ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയതിന് ശേഷം ഒരു ഡിസംബർ 2021, ഒരു ജനുവരി 2022 ആ കാലഘട്ടത്തിലാണ് ഇവിടെ വർക്ക് തുടങ്ങിയത്. അപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഈ കെട്ടിടം ഏകദേശം പണി പൂർത്തിയായി. സാധാരണഗതിയിൽ ഒരു കെട്ടിടങ്ങൾ ഇതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാലകത്തൻ കട്ടാറ്റ് ലിമിറ്റഡ് വളരെ പെട്ടെന്നാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. യാതൊരു സംശയമില്ല. അതും എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാനുള്ള ഈ റാമ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളിൽ കസ്റ്റമർ ലോഞ്ച്, വരുന്ന ഓരോരുത്തർക്ക് ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ കൗണ്ടറുകൾ, എല്ലാ സൗകര്യങ്ങളും വളരെ വളരെ വിശാലമായ രീതിയിൽ തന്നെ ഒരുക്കാൻ കഴിഞ്ഞു. 2023 ജൂലൈ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവിടെയായിട്ടാണ് മണ്ണാർക്കാട് ട്രഷറിയുടെ കെട്ടിടം പണിതത്. ഇത് 2 നിലകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ ട്രാൻസാക്ഷൻ, മേലെ റെക്കോർഡ് റൂം, ഡൈനിങ് റൂം, അങ്ങനെ രണ്ട് രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റാഫിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ മുറ്റം കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം വണ്ടികളുടെ വരുന്ന പബ്ലിക്കിനും വാഹന പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പുല്ലൊക്കെ വളർത്തി അങ്ങനെ നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു വളരെ ആധുനിക രീതിയിൽ പ്രകൃതിക്കും കൂടി അനുയോജ്യമായ രീതിയിലുള്ളൊരു കെട്ടിടമാണ് പണിതിട്ടുള്ളത്. പിന്നെ ഈ കോമ്പൗണ്ടിൽ മറ്റ് 6 ഓഫീസുകളോളം നിലവിലുണ്ട്. ബ്ലോക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളുണ്ട്. അപ്പോൾ എല്ലാ ഓഫീസുകളിലും സമീപത്തായിട്ട് മണ്ണാർക്കാട് സബ് ട്രഷറി വളരെ ഭംഗിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ പേര് സഫാൻ എന്നാണ്. ഞാൻ നാലകത്തൻ കട്ടാറ്റ് ഇൻ്റർനാഷണൽ LLPയുടെ സീനിയർ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവാണ്. നമ്മുടെ മണ്ണാർക്കാട് സബ് ട്രഷറി ഓഫീസിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ചാർജ് എനിക്കാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന 4 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ട്രാൻസ്പാരൻസി, റിലയബിലിറ്റി, അതുപോലെ ഇന്നോവേഷൻ, ക്വാളിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എല്ലാ കൺസെപ്റ്റുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വേണം നമ്മുടെ എല്ലാ വർക്കുകളും കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരമാവധി നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു സൈറ്റ് തന്നെയാണ് മണ്ണാർക്കാട് സബ് ട്രഷറി ഓഫീസിൻ്റേത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആളുകളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കൺസൾട്ടൻ്റായ ഇൻകെല്ലാണ്. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ സപ്പോർട്ട് നമുക്കൊരിക്കലും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള സപ്പോർട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിശ്ചയിച്ചിരുന്ന ഡേറ്റിനേക്കാൾ ഒരാഴ്ച മുന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മന്ത്രിക്കുണ്ടായ ഒരു ഡേറ്റിൻ്റെ വേരിയേഷൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. എങ്കിൽ പോലും ആ ഒരു സമയത്തുള്ള ചാലഞ്ചസ് നമുക്കറിയാം. ഒരു സൈറ്റിൻ്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജിൽ അതിൻ്റെ കുറേ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ അനീഷ്, നമുക്ക് ആളെ ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്ര നീറ്റായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവിടെ നമ്മൾ ചെയ്തത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെല്ലാവരും ആ ഒരു വർക്കിൽ ആ ഒരു അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു സ്പിരിറ്റ് എല്ലാവരും ഇതിൽ കൂടി വന്നു. അത് അങ്ങനെ ചെയ്തു നമ്മളിങ്ങോട്ട് വളരെ ഭംഗിയായ രീതിയിൽ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് എല്ലാവരും നമ്മുടെ MLA അടക്കമുള്ള ആളുകളെ സാന്നിധ്യത്തിൽ വളരെ ഭംഗിയായി തന്നെ ഇതിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. എൻ്റെ പേര് അനീഷ്. നാലകത്ത് കട്ടാട്ട് കമ്പനിയിലെ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മണ്ണാർക്കാട് സബ് ട്രഷറി ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഈ കാലയളവിൽ പൂർത്തീകരിച്ചു. നാലകത്തൻ കട്ടാട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും
അതുപോലെ തന്നെ STO മറ്റ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ സപ്പോർട്ട് നമ്മുടെ ഈ വർക്ക് തീർക്കുന്നതിനായിട്ട് ഉണ്ടായിരുന്നു.